ഹലോ ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീബാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് ട്രാവലിൻ്റെ വിശേഷങ്ങളല്ല, പക്ഷേ അവിടത്തേക്ക് എത്താൻ കുറച്ചൊരു ട്രാവൽ ഉണ്ട്. അപ്പം ഞാൻ ഓൺ ദ വേ ആണ്. ഇന്നൊരു വിപാസന എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത്. അത് ആക്ച്വലി കഴിഞ്ഞ ഒക്ടോബർ എൻഡിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 10 ദിവസത്തെ മെഡിറ്റേഷൻ പ്രാക്ടീസാണ്. 10 ദിവസം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 10 ഫുൾ ഡേ നമ്മൾ ചെയ്യുന്നത് വെറും മെഡിറ്റേഷൻ മാത്രമാണ്. ടൈം ടു ടൈം 2 മണിക്കൂർ, പിന്നെ ഒരു 15 മിനിറ്റ് ബ്രേക്ക്, പിന്നെ 2 മണിക്കൂർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള. ഇത് ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ട് വിപാസന സെൻറ്റേഴ്സ്, പുറത്തും ഉണ്ട്. ബാംഗ്ലൂരിൽ തന്നെ 2-3 സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 10 ദിവസത്തെ മെഡിറ്റേഷൻ ടെക്നിക്കാണ് അവരുടെ ഫസ്റ്റ് കോഴ്സ്. മിനിമം അവിടെ താമസിക്കേണ്ടത് 10 ദിവസം താമസിച്ച് ആണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം ഇപ്പം നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റായിട്ട് 1 ഡേ കോഴ്സൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ 1 ഡേ കോഴ്സിൻ്റെ അവർക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ്, വോളണ്ടിയർ ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഗീവ് ബാക്ക് ടു ദ സൊസൈറ്റി. അപ്പോൾ അതിൻ്റെ ഒരു അറ്റംപ്റ്റാണ് ഞാനിന്ന് സൺഡേ നടത്തുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയിലാണ്. കുറച്ച് ദൂരമാണ്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ഔട്ട്സ്കേർട്ടിലാണ്. അപ്പോൾ ഞാൻ മെട്രോയിൽ നാഗസാന്ദ്ര വരെ പോയി അവിടെ നിന്ന് തുംകൂറേക്കാണ് പോകേണ്ടത്. ഈ മെഡിറ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് കംപ്ലീറ്റ്ലി കട്ട് ഫ്രം യുവർ ഡെയിലി ലൈഫ്. നമുക്ക് ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല, ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, ഈവൺ ഒരു പെന്നോ പേപ്പറോ പോലും ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു ബുക്ക് വായിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒക്കെ അപ്പുറം ആരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും പറ്റില്ല. ഒരു ഐ കോൺടാക്റ്റിലെ കൂടെ പോലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല ഈ 10 ദിവസം. അപ്പം ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിവ് വിത്ത് അവർ സെൽഫ് ഫോർ നെക്സ്റ്റ് 10 days എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ തന്നെ കമ്പനി സഹിച്ചുകൊണ്ട് 10 ദിവസം താമസിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് കൂടിയായിരുന്നു ആ ഒരു പ്രോഗ്രാം. അപ്പോൾ അങ്ങനെ ആ ഒരു ടെസ്റ്റും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത്. ദാറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്കൊന്നും ഞാൻ എത്രയോ വർഷങ്ങൾ കൂടിയിട്ടാണ് ഒരു കറക്റ്റ് ടൈമിൽ എല്ലാ കാര്യങ്ങളും 10 ദിവസം ചെയ്തത്. കറക്റ്റ് ടൈമിൽ എല്ലാ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ഉറങ്ങി എഴുന്നേക്കുക, കൃത്യസമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കൃത്യസമയത്ത് കുളിക്കുക, കൃത്യസമയത്ത് മെഡിറ്റേഷൻ ചെയ്യുക, കൃത്യസമയത്ത് ലഞ്ച് കഴിക്കുക. അങ്ങനെ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ അങ്ങനെ നടക്കുമല്ലോ. ചിലപ്പോൾ നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തോന്നിയ പോലെയാണ് കാര്യങ്ങൾ. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മെട്രോ വന്നു. എനിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകേണ്ടത്. ഞാൻ രാവിലെ ഫ്രീക്വൻ്റ് ആയിട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനിവിടെ ഒരു 8:08 എത്തിയാലും 8:25 ഉള്ളൂ മെട്രോ അങ്ങോട്ടൊക്കെ. ഞാൻ മിക്കവാറും അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഐ വിഷ് ഓൺ ടൈം ഐ റീച്ച്. നോക്കട്ടെ, കാരണം ഇത്രയും 10-25 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നല്ല, 20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഞാൻ തീരെ വിചാരിച്ചില്ല. മെട്രോ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. എനിക്കൊന്ന് സൺഡേയും പിന്നെ ഈ മോർണിംഗ് ടൈമും ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇല്ലാത്തത്. അപ്പോൾ ഇതിൻ്റെ നാഗസാന്ദ്ര വരെയാണ് നമുക്കിപ്പോൾ മെട്രോ കണക്ടിവിറ്റി ഉള്ളത്. പിന്നെ അവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ട് ഒരു 10 കിലോമീറ്റേഴ്സ് അവിടുന്ന് 9 കിലോമീറ്റേഴ്സ് അവിടെ നിന്ന് മുന്നോട്ട് പോകണം. അപ്പോൾ അത്രയും ദൂരമുണ്ട്. എത്തിച്ചേരാൻ ഇത്തിരി പാടാണ്. പക്ഷേ എല്ലാ ദൂരവും നമ്മൾ 1-2 പ്രാവശ്യം ആ ദൂരം കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ദൂരം അത്രയും ദൂരമായിട്ട് തോന്നില്ല. കാരണം എനിക്കൊന്ന് ആ റോഡ് നമുക്ക് ഫെമിലിയർ ആവും, എങ്ങനെ പോകേണ്ടതെന്ന് നമുക്കറിയാം. ആ ഒരു അൺനോൺ എന്നുള്ളൊരു ഫാക്ടർ ഇല്ലാണ്ടിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇത് എവിടെയാണ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇപ്പം എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. അപ്പോൾ ഐ ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട് എന്നുള്ള പോലെയാണ്. എൻ്റെ ട്രെയിൻ വരുന്നുണ്ട് എനിക്ക് പോകാൻ. ഇവിടെ ലേഡീസ് കോച്ച് ഉണ്ട്. അപ്പോൾ എനിക്ക് ലേഡീസ് കോച്ചിൽ കയറാം. അവിടെ മിക്കപ്പോഴും തിരക്കുണ്ടാവില്ല, കാലിയായിരിക്കും. Let's get in the metro.
അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ഞാനിവിടെ എത്തി. ഇതാണ് വിപാസനേൻ്റെ സെൻറ്റർ. ഒരു വളരെ ഔട്ട്സ്കേർട്ടായിട്ടുള്ള ഒരു സ്ഥലത്താണ്. 1 2 3 ചെറിയ ചെറിയ ഓരോ ബിൽഡിങ്സ്. അതിൻ്റെ ഉള്ളിലാണ് മെഡിറ്റേഷനും കാര്യവും നടക്കുന്നത്. പിന്നെ അവരുടെ ഒരു ഓഫീസ് ബിൽഡിംഗ്, പിന്നെ ഒരു കിച്ചണും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംവിധാനം, അതങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഒരു ചെറിയൊരു സെൻറ്ററാണ്. വിപാസന സെൻറ്റേഴ്സിൻ്റെ വലിയ വലിയ സെൻറ്റേഴ്സ് ഉണ്ട് മുംബൈയിൽ, അങ്ങനെ പല സ്ഥലത്തും. ഇവിടെ ഉണ്ട് സ്ഥലം, ഒരു 30 acres അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷെ അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം വളരെ കുറഞ്ഞ രീതിയിലാണ്. അപ്പം ഇന്ന് സർപ്രൈസിംഗ്ലി കുട്ടികൾക്കുള്ളൊരു വിപാസന ഉണ്ടായിരുന്നു. അപ്പം 30ഓളം കുട്ടികൾക്ക് ഒരു ദിവസം വിപാസന എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമിലാണ് എനിക്ക് ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇത്ര ചെറിയ ചെറിയ കുട്ടികൾ, അത് 3ാം ക്ലാസ് തൊട്ട് 11ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു.